നീയും ഈ കുടുംബത്തിന്റെ ഭാഗമല്ലല്ലോ. കൈലാഷ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവളെ ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ടാ കാണുന്നത്. അത് മമ്മി മാത്രം കണ്ടാ പോരല്ലോ. ഞാൻ ആ കാര്യത്തില് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ മുക്ത നമ്മുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇവൾക്ക് നമ്മുടെ കുടുംബത്തിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെങ്കിൽ പ്രിയനും കുടുംബത്തിനും ആവാം. നീ വെറുതെ തർക്കിക്കാൻ വേണ്ടി ഓരോന്ന് പറയരുത്. മുക്തയും പ്രിയനും ഒരുപോലെ അല്ല. ഡാഡി, സീത പറഞ്ഞത് ശരിയാ. പ്രിയനും മുക്തി ഒരുപോലെയല്ല. പ്രിയൻ നിന്റെ ജീവൻ രക്ഷിച്ച ആളാ. അതിന് പ്രതിഫലമായി നമ്മൾ അവനെ സംശയിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഞാൻ അവനോട് മാപ്പ് ചോദിച്ചെങ്കിലും പ്രിയന്റെ അമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയനും കുടുംബവും നമ്മളോടൊപ്പം ഓണം ആഘോഷിച്ചാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ഒരു പരിചയമില്ലാത്ത എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച മേഡം സ്വന്തം മകന്റെ ജീവൻ രക്ഷിച്ച ആളെ മാറ്റി നിർത്തുവോ? ഒരിക്കലും ഇല്ല. തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കാൻ വലിയൊരു മനസ്സ് വേണം. മാഡത്തിന്റെ അത്രയും വലിയ മനസ്സ് ഇവിടെ വേറെ ആർക്കാ ഉള്ളത്? ശരി, പ്രിയൻ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ തൽക്കാലത്തേക്ക് ക്ഷമിക്കാം. ഓണമൊക്കെ ആണല്ലോ. ആന്റി, ഇയാൾ ആന്റിയെ ഞാൻ സംസാരിക്കല്ലേ മുക്ത? പ്രിയനും കുടുംബവും വരുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാരണവശാലും പാർവതി ഇങ്ങോട്ട് വിളിക്കരുത്. അവൾ ഇങ്ങോട്ട് വന്നാ എന്റെ സ്വഭാവം മാറും. ഓണമായിട്ട് ഈ വീട്ടിലൊരു വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കാര്യത്തില് ആന്റി പേടിക്കണ്ട. പ്രിയൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ പാർവതി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവര് തമ്മിൽ നല്ല വഴക്കില്ല. സത്യം പറഞ്ഞ നിങ്ങൾ മുൻകൈ എടുത്ത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കല്ലേ വേണ്ടത്. പിന്നെ പ്രിയനും പാറും ഒരുമിക്കേണ്ടത് മുക്തയുടെ ആവശ്യമല്ലേ? എനിക്കെന്താ ആവശ്യം? പാറുവിനെ കുറിച്ച് പല സത്യങ്ങളും മുക്തയ്ക്ക് മാത്രമേ അറിയൂന്നാണ് തന്റെ വിചാരം. എനിക്കും പലതും അറിയാം. എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ കൈലാഷ് എങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടി മുക്തയ്ക്കില്ലേ? മൈ ഗുഡ്നസ്, ഇയാൾക്ക് പാർവതി പ്രഗ്നന്റ് ആണെന്ന് അറിയാവോ? ഇയാളത് എല്ലാവരോടും പറഞ്ഞ പ്രശ്നമാകും. അവളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ കൈലാഷാണെന്ന് അറിഞ്ഞ കൈലാഷ് മാത്രമല്ല, അങ്കിള് പോലും പാർവതി ഈ വീടിന്റെ മരുമകളാക്കാൻ തീരുമാനിക്കും. അല്ല, എന്ത് സത്യത്തിന്റെ കാര്യം ചേട്ടൻ പറയുന്നത്? മുക്ത എന്തിനാ പ്രിയനും പാർവതിയും തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മുക്തയ്ക്ക് പാറു സന്തോഷത്തോടെ ജീവിക്കണമെന്നൊന്നുമില്ല. പാറുവിന്റെ കല്യാണം കഴിഞ്ഞാല് കൈലാഷ് അവളെ മറക്കൂന്നാണ് മുക്തയുടെ കണക്കൂട്ട്. അപ്പോ അവൾക്ക് ഈ വീടിന്റെ മരുമകളാവണത് എളുപ്പാവൂലോ? അതിനും മുക്തയെ കുറ്റം പറയാൻ പറ്റില്ലാട്ടോ. കൈലാഷിനു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള മനസ്സ് മുക്തയ്ക്കുണ്ടേ. അങ്ങനെ സ്നേഹിക്കുന്നവര് ജീവിതത്തിൽ ഉണ്ടാവാനും ഒരു ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നേരം കുറയായി. ഹോസ്റ്റലിൽ വൈകിയെത്തിയാലേ മാഡം ഇഷ്യൂ ആക്കും. ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, നാളെ നേരത്തെ എത്തണം. കൊറേ ജോലിയുള്ളതാ. ഷുവർ ആന്റി, ബൈ. ഇതൊക്കെ അകത്തോണ്ട് വയ്ക്ക്.
മുക്തയുടെ മനസ്സിലുള്ളത് അതിബുദ്ധിയാണ്. പ്രിയനും പാറുവും തമ്മിൽ ഒന്നായി കഴിഞ്ഞാല് മുക്ത കൈലാഷിന്റെ മനസ്സിലേക്ക് കയറി കൂടുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇവളുടെ സ്വഭാവത്തിന് അത് നടക്കണില്ല. എന്താ ചെയ്യാ? വാവ്, രണ്ടുപേരും അടിപൊളി ലുക്കായിട്ടുണ്ടല്ലോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ആ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹൈ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മോനെ. ഒരു വാ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കാരണം പ്രിയനുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ സാർ? ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇത് തുളസി. പ്രിയന്റെ മുറപ്പെണ്ണ. സോറി, ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. ഇദ്ദേഹം സേനൻ. നമസ്തേ. പാർവതിയുടെ നാട്ടുകാരനാണ്. ഇവൻ അവളുടെ ആളാണോ? കാണാൻ കൊള്ളാലോ. അവക്ക് ഇവനെ തന്നെ അങ്ങ് സെറ്റാക്കിയാ പോരെ. വെറുതെ എന്തിനാ എന്റെ പ്രിയഞ്ചേട്ടനെ തട്ടിയെടുക്കുന്നേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ, എന്താ? വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്നാൽ ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട. എന്താ എന്താ പ്രശ്നം? ആ ജോലിക്കാരിയാ രാവിലെ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ വിളിച്ചു പറയാ ഇന്ന് വരില്ലെന്ന്. വിരുന്നിന് വന്നവർക്ക് ഞാനിനി എന്തെടുത്തു കൊടുക്കും? അത്രേ ഉള്ളൂ. നീ വെറുതെ വിഷമിക്കാതെ നമുക്ക് കാറ്ററിംഗുകാരെ വിളിച്ചു പറയാം. അവരെ ഏൽപ്പിച്ച നല്ല ഒന്നാന്തരം ഓണസദ്യ ഉണ്ടാക്കി കൊണ്ടുവരും. ഓണമായിട്ട് കാറ്ററിംഗുകാരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ, വിരുന്നുകാരായി വന്ന നിങ്ങളെ കൊണ്ട് പാചകം ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കുന്നേ. പ്രിയഞ്ചേട്ടന് കൈലാഷ് സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയെക്കുറിച്ച്